ഇതാട്ടോ ആന. 2 വണ്ടി കൂടി 20 രൂപ, ഒരു വണ്ടിക്ക് 10 രൂപ ഉള്ളൂ പാസ്. അത് കൊടുത്താൽ നമുക്ക് ഇവിടെ എൻട്രി കിട്ടി. വരുമോ? ആ വണ്ടിക്കാരൻ പറഞ്ഞോ ആനണ്ട് ഇത്രേ. ആനണ്ടെന്നല്ലേ പറഞ്ഞേ? മോനെ ആന. മച്ചാൻ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഒരു റൈഡ് ഇറങ്ങിയതാട്ടോ. കുറേ കാലത്തിന് ശേഷമാണ് നമ്മൾ റൈഡ് ഇറങ്ങിയിട്ടുള്ളത്. 2 വണ്ടി കൊണ്ടാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ. നമ്മൾ തൃശ്ശൂർ വഴി നേരെ വാഴച്ചാൽ ടു മലക്കപ്പാറ ടു വാൽപ്പാറ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് പൊള്ളാച്ചി വഴി നേരെ പാലക്കാടേക്ക് ഇറങ്ങും. അതൊക്കെയാണ് ഇന്ന് പ്ലാന്. ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. വാഴച്ചാലിലോട്ട് പോകുന്ന ഒരു KSRTC ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മൾ പോണെന്താ വെച്ചിട്ടാ വാൾപ്പാറയിലെ ഹിഡൻ സ്പോട്ടുകളാണ് നമ്മൾ പോണത്. ആരും കണ്ടിട്ടുണ്ടാവില്ല, ആരും കാണാൻ പറ്റാത്ത സ്പോട്ടുകൾ. വന്യമൃഗങ്ങളെ തേടി, വന്യമൃഗങ്ങളെ തട്ടകത്തിൽ പോയി തേടി നമ്മൾ പിടിക്കും. എവിടെയാണ് വന്യമൃഗങ്ങൾ ഉള്ളത്? മടയിൽ പോയി അവിടെ പോയി നമ്മൾ പിടിക്കും. ഒരു മറ്റേ പെരേരയുടെ ഒരു ലുക്കില്ലേ, ഒന്ന് നടക്കണം. സൂപ്പർ സ്റ്റാർ അലിൻ ജോസ് പെരേര ആ കണ്ണടന്ന് ഇരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പൊ നമുക്ക് വരും കാഴ്ചകളിലേക്ക്. ഓക്കെ, ഇത് മറ്റേ ആതിരപ്പള്ളിന്ന് വരുന്ന ആ ഒരു പോയ തന്നെയല്ലേ? ആ ഒരു സെറ്റപ്പ്, നല്ലൊരു ക്ലൈമറ്റ് ഒക്കെ കോടൊക്കെ മൂടി. കുറച്ച് പോയി കഴിഞ്ഞാല് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടുന്ന് 10-15 അന്നുണ്ടായത്, കുറെ മുമ്പാണ്. അത് കൊടുത്തു കഴിഞ്ഞാല് നേരെ നമുക്കൊരു അടിപൊളി റൂട്ട് കിട്ടും. ഇപ്പൊ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ ഒരു ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള. കണക്ട് ചെയ്യാൻ പറ്റില്ല, റിട്ടേൺ തിരിച്ചു വരണോ? വേറെ എവിടേക്കും പോകാൻ പറ്റില്ല. സെറ്റ് ചെയ്തല്ലാണ് തോന്നുന്നുണ്ട്. നമുക്ക് പോയോക്കട്ടോ. ഈ റോഡാണ്, നല്ലൊരു മലയോര പ്രദേശം കേട്ടോ. ഇവിടെ വന്നിട്ട് എല്ലാവരും ഫോട്ടോ എടുക്കും. നല്ലൊരു അടിപൊളി സ്ഥലമാണ്, ലൊക്കേഷനാണ്. നടക്കാനൊക്കെ ഇറങ്ങുന്നവർ രാവിലെ തന്നെ ഒക്കെ. ഏത് മൂഡ്, പൊളി മൂഡ്. എങ്ങോട്ടാന്ന് പറയും വലത്തോട്ടോ എടുത്തോട്ടോ. ഇതാണ് ചെക്ക് പോസ്റ്റ് അല്ലേ? ഒരു ചെക്ക് പോസ്റ്റ് കാണാൻ പറ്റൂട്ടോ. അതേപോലെ കണ്ടോ, ഇവിടെ എന്തോ ഒരു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ പോകാൻ പറ്റും. നല്ല സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്. പറഞ്ഞെടുത്താ എന്താണ് ഇതിൽ കാണാണ്ടാവുക? ഈ റൂട്ട് അടിപൊളി റൂട്ടാണ്. ഞാനൊരു 8 കൊല്ലം മുമ്പേ തോന്നണം, കുറെ ആയി, 8 ആയി ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതിൽ കൂടെ പോയിട്ടുണ്ട്, ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടി. അവർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു. അടിപൊളിയാ. പോണ റൂട്ട് നല്ല ഭംഗിയാ കാണാൻ. സെറ്റാണ്. ഇവിടെ എന്താ പറ്റിയത്? ഇവിടെ നമ്മൾ വണ്ടി നമ്പർ എഴുതി കൊടുക്കുക, ഒരു പാസ് തരും. ആ പാസ് കിട്ടി നമുക്ക് പോകാൻ പറ്റും. ഈ റൂട്ടിലൂടെ പോയിട്ട് നമുക്ക് എന്താന്ന് കാണാട്ടോ. ഇവിടെ എന്തോ പാസ്സൊക്കെ വാങ്ങിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതാണ് കേട്ടോ പാസ്. ഇവിടുന്ന് പാസ് കിട്ടും. 2 വണ്ടി കൂടി 20 രൂപ, ഒരു വണ്ടിക്ക് 10 രൂപ ഉള്ളൂ പാസ്. അത് കൊടുത്താൽ നമുക്ക് ഇവിടെ എൻട്രി കിട്ടി. പോകാം നമുക്ക്. വരാത്തവരൊക്കെ വരണം, അതൊരു ഹിഡൻ സ്പോട്ടാണ്. കിടിലാണ്. അപ്പൊ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ട് മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ നല്ലൊരു ഉള്ളേരിയ, നല്ല ഗ്രാമപ്രദേശത്തേക്ക് ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ഒട്ടും വീതിയില്ലാത്ത നല്ലൊരു പോക്കറ്റ് റോഡാട്ടോ. ബസ് സർവീസിങ് എല്ലാം ഉണ്ട് എന്നാണ് പാച്ചു പറഞ്ഞത്. അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു വില്ലേജും കൂടി ആട്ടോ ഇത്. ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട്. നല്ലൊരു കൊടും വനത്തേക്ക് പോകുന്ന അതേ ഒരു ഫീലിംഗ് എല്ലാം നമുക്ക് കിട്ടും. ചുറ്റും നല്ല ഗ്രീനറി, നല്ലൊരു തിങ്ങി നിൽക്കുന്ന മരങ്ങളും, ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ടായിരിക്കും നല്ല തിളങ്ങി നിൽക്കുന്ന ഒരു പച്ചപ്പും കേരളമൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് പോകാൻ പറ്റുന്നുണ്ട്. ആ വണ്ടിക്കാരൻ പറഞ്ഞോ ആനണ്ട് ഇത്രേ. ആനണ്ടെന്നല്ലേ പറഞ്ഞേ? ആദ്യം ഫ്രണ്ട് പോ നോക്ക്. പിന്നെ ബോസേ ജൂ ഫ്രണ്ടില് നിക്ക്. എവിടെയാണ് ആനാവോ? നോക്കി വെക്ക. പോയേക്ക വെല്ല പോ തിരിച്ചാൻ പറ്റുന്ന രീതിയിൽ. അണ്ണാക്കൊക്കെ കയറിച്ചല്ലേ? അപ്പല്ലത് ആനയാണ്. ആന ഇവരെന്തെങ്കിലും പറയണ്ടോക്ക. അല്ല ഫോറസ്റ്റ് ഒരു ചെറിച്ചിനൊക്കെ ഉണ്ട് കേട്ടോ. അതാക്കണം. ഇവിടെ ഒരുപാട് റേഡിയസ് ഉണ്ടല്ലോ, ചെക്കന്മാരുണ്ട്, ഒരുപാട് എണ്ണം ഉണ്ടല്ലോ ഇവിടെ. എല്ലാം കാട്ടിലാ തോന്നുന്നുണ്ട്. ഇതാട്ടോ ആന. റോട്ടിലല്ല, കുറച്ച് വിട്ടിട്ടാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. അവിടുന്ന് മുകളിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ഏതാ സെറ്റപ്പ് ഒക്കെ എൻ്റെ മുത്തേ, പൊളി സാധനം. ഒരു വെറുതെ പറഞ്ഞല്ലേ സംഭവം. വെറുതെ അതാ 1, 2, 3 അവിടെ ഉണ്ട്. പിന്നെ അതിന്റെ മുകളിൽ ഇനിയുണ്ട് കുറെ. അതാക്കുന്നുണ്ട് 3-4 ഇവിടെ കൂട്ടം കൂടി നിൽക്കരുതെന്ന് പറഞ്ഞു ഇവിടുത്തെ നാട്ടുകാര്. ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ കണ്ടിരുന്നല്ലേ നമ്മള് മുകളിൽ നിന്ന് ഇങ്ങനെ വന്നപ്പോ? ഇവിടെയൊക്കെ കണ്ടിരുന്നടാ. ഇപ്പൊ ഇവിടെ നിന്ന് അതില് ശരിക്കും കാണാൻ പറ്റുമെന്ന് അറിയില്ല.
അപ്പൊ ഈ റൂട്ടിലൂടെ വരുമ്പോ ആന കാണാൻ പറ്റും ഗൈസ്. അതൊക്കെ ഇങ്ങനെ ഒരുപാട് പോക്കറ്റ് റോഡുകൾ ഉണ്ട് കേട്ടോ. ഇത് ഇജ്ജ് പറഞ്ഞ സെറ്റപ്പ് ആണ് കേട്ടോ. ആനയെ കാണാൻ പറ്റും, ക്യാമറയിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും എനിക്ക് അറിയില്ല. ഒരുമിച്ച് ഒരു ആന കൂട്ടം തന്നെ ഉണ്ടോ. അതാക്കണോ ഇത് കൂടി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എവിടെ ഇവിടെ ആന പറഞ്ഞേ അതാക്കണോ അവിടെ അല്ലേ? എത്ര ആന ഉണ്ടാവും? എത്ര? 10 ആനുണ്ട്. 10 ആനൊക്കെ ഉണ്ടാവൂലേ? അവിടെ എത്ര ആന ഉണ്ടാവും? എത്ര ആന കണ്ടിട്ടുണ്ടാവുമ്പോ? അവിടെ തന്നെ 8 ആന കണ്ടില്ലേ? 8 7 ഉണ്ട്. നമ്മളിത് പറയുമ്പോ ചുമ്മാ പറയാൻ പോയതും പേര് നിങ്ങളിവിടെ വന്ന ഞാൻ പറഞ്ഞ 8 കൊല്ലം മുമ്പ് വന്ന എനിക്ക് ഇപ്പോഴും ഈ റൂട്ട് മനപ്പാടാ. കാരണം എനിക്ക് അന്ന് ഒറ്റ ദിവസം വന്നിട്ട് തന്നെ ഞാൻ ആകെ അത്തടിച്ച റോഡാണിത്. കണ്ണോട് ശരിക്കും കാണാൻ പറ്റും കേട്ടോ. ശരിക്കും കാണാൻ പറ്റും, ഒരു രക്ഷയില്ലാതെ കാണാൻ പറ്റും. ചുറ്റുതേമാരി കേട്ടോ, നല്ല ഉൾറോഡും കയറിളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, സംഭവം നൈസ്. ഇജ്ജ് മുത്താണ്, ഇജ്ജ് പൊന്നാണ്. കണ്ണിന് കുളിർമുള്ള സ്ഥലങ്ങളെ നമ്മൾ കാണിച്ചിട്ടുള്ളൂ. അല്ല വെറുതെ ആയിട്ട് പോയിട്ട് കുറെ മഞ്ഞും കുറെ ഏലത്തോട്ടും കണ്ടിട്ട് എന്തും അല്ലേ? കാണുമ്പോ കൺകുളിർക്ക കാണണം. എന്താ പറയാനുള്ളത്? ആനയാണ് ബാക്കില്. റോഡ് ഇങ്ങനെ വെച്ച് പോരാട്ടോ നമ്മള്. ഇതേവരെ വീണ്ടും ഇതേവരെ പോക്കറ്റ് റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇത് എസ്റ്റേറ്റ് കയറി പോകണമെന്ന് തോന്നുന്നുണ്ടല്ലടാ. നമുക്ക് ഇവിടെ റോട്ടിൽ കൂടെ അങ്ങനെ പോവാ. നമുക്ക് പറമ്പിൽക്കോ അതേമാതിരി ഇങ്ങനെ തോട്ടങ്ങൾക്കൊന്നും ഇറങ്ങാൻ യാതൊരു പെർമിഷൻ ടിക്കറ്റ് എടുക്കുമ്പോ അവിടെ പറയും നമുക്ക് തോട്ടങ്ങൾക്കൊന്നും പോകാൻ പറ്റില്ല. പക്ഷെ ഒരുപാട് പെരകളുണ്ടല്ലോ ഇവിടെ, ഒരുപാട് പെരകൾ വരുമ്പോ കാണില്ലേ ഇവിടെ തോട്ടങ്ങൾ നോക്കുന്ന ആൾക്കാര്. ഈ റബ്ബറും അതായത് ഇവിടെ ഒരു കോളനി മാറ്റൊരു സ്ഥലമാണ്. ഇതിപ്പോ എറണാകുളത്ത് നിന്ന് വരാം. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് അങ്ങനെയൊക്കെ നമുക്ക് വരാം. എറണാകുളത്ത് നിന്ന് നമുക്ക് അങ്ങനെ ഈ റൂട്ടിന് ആതിരപ്പള്ളിക്ക് വന്ന് ചാടാൻ പറ്റും. അതിൽ കൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ എറണാകുളത്തേക്കൊക്കെ പോവാം. ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാലേ അടുത്ത ചെക്ക് പോസ്റ്റ് കൂടെ കിട്ടും. ആ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എറണാകുളത്തേക്ക് പോവാ. അതേമാതിരി കോട്ടയം ആ ഏരിയക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇതേപോലെ തന്നെ കാറിന്റെ ഉള്ളിൽ കൂടെ. ഇനി ഇത് ഇപ്പൊ ഇങ്ങനല്ലേ, ഇത് കുറച്ചും കൂടി ആയി കഴിഞ്ഞാൽ ഈ റോഡിനോട് ചാരിയിട്ടാവും ഫോറസ്റ്റോ ഒന്നുകൂടി ഇടുന്നു. എന്നിട്ട് അതിൽക്കൂടെയാണ് നമ്മൾ പോവാ. നേരെ പോവാന്. പക്ഷെ ആന കണ്ട് അതിശയായിട്ട് റോഡ് പിടിച്ച് പോകുന്നത് ഒരു സീൻ സംഭവം തന്നെ അല്ലേ? അത്യാവശ്യം ഒരു കൂട്ടാനങ്ങൾ. പക്ഷെ എന്താ വെച്ചാൽ അത്ര സീനില്ല, കുറച്ച് വിട്ടിട്ടായതുകൊണ്ട് അത്ര സീനില്ല. നമ്മള് ഫോട്ടോ എടുക്കാനാണെങ്കിൽ വീഡിയോ എടുക്കാനാണെങ്കിൽ ഒരു കൂട്ടാന ആയതുകൊണ്ടാണ്. അത്യാവശ്യം ലോങ് ആയത് ഒറ്റയാണ്ടത്തേക്കൊന്ന് പോയത്. അത്യാവശ്യം എല്ലാരും ഒപ്പായതുകൊണ്ടാണ്. പക്ഷെ ഒരുപാട് റേഡിയേഴ്സും അവിടെ ഇങ്ങനെ നിർത്തിയിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടുകാരൊന്നും അധികം ആൾക്കാർ. പക്ഷെ ഫുൾ സൂമിന് ഇട്ടിട്ടും നമുക്ക് കണ്ണോട് ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. കണ്ണോട് കാണാൻ പറ്റും, നമ്മൾ വീഡിയോയിൽ കാണുന്നില്ല. കണ്ണോട് റബ്ബറിന്റെ അടിയിൽ കൂടി ആയതുകൊണ്ട് ആ റബ്ബറും കല്ലൊക്കെ ആയതുകൊണ്ട് സൂമിങ്ങില് കിട്ടണില്ല. അതാണ് സംഭവം. അല്ലോ ഞാൻ അവിടെ അനക്കം കണ്ടപ്പേ ചങ്ങായി നടന്നു പോണ അനക്കം കണ്ടിട്ടും വലിയ പേടിച്ചും കഴിയും. പക്ഷെ എന്താ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡൊക്കെ ഒരു പുഴ ഒഴുകുന്നുണ്ട്. നമ്മളവിടെ വരുമ്പോ കണ്ടില്ലേ ഈ പോയല്ലേ പോയി. അതന്നെ നമ്മളിപ്പോ അവിടെ ആതിരപ്പള്ളി റോഡ് വന്നപ്പോഴേ ആ പുഴയിൽ കൂടെ പോകുന്നുണ്ട്. അവിടെ കുളിക്കാനൊക്കെ നമ്മൾ കുളിക്കുകയും ചെയ്യാം. ഞങ്ങൾ അന്ന് കുളിച്ചിന്ന്. അവിടെ ഉറപ്പുണ്ടോ പോവാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ രണ്ടാളും ഒന്ന് പോയിന്ന്. ഓക്കെ, വണ്ടി എടുത്ത് ഓടാൻ പറ്റുന്ന രീതിക്ക് വെച്ചോ, ചാവി കജ്ജി പിടിച്ചോ, അതൊക്കെ നന്നാവുക. ബുള്ളറ്റ് എടുത്തില്ലേ? അത് നമ്മൾ പരിചയപ്പെട്ടില്ലേ? അതിന്റെ മുമ്പാ നമ്മൾ പരിചയപ്പെട്ടേ. ബുള്ളറ്റ് എടുത്തിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. 2014-13 ഞാൻ ആ ഒരു 2014 ബുള്ളറ്റ് എടുത്തില്ലേ? അപ്പൊ പെണ്ണുങ്ങൾ ഇഷ്ടമാരുണ്ടാവില്ല. എനിക്ക് ഫാൻ 18 ട്രിപ്പ് പോയത് ഊട്ടി നമ്മൾ കണ്ടുമുട്ടണം അല്ലേ? 19 ഏകദേശം 7 വർഷമായി. 7 വർഷമായി നമ്മള് പരിചയപ്പെട്ടിട്ട്. 7 വർഷം എന്തായാലും 6 വർഷം എന്തായാലും ആയടോ. നമ്മൾ പരിചയപ്പെടുന്നതിന് മുമ്പാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഞാൻ എന്റെ പിന്നാലെ വേറൊരുത്തന്നെയായിരുന്നു. പാൽക്കാരൻ പയ്യൻ പാൽപാത്രം വെച്ച് മറന്നു പോയിക്കണം. അല്ലെ ഇത് കൂടി ബസ് ഉണ്ടോ? KSRTC അല്ല, ഒരു പച്ച കളർ ബസ് ഇതിൽ കൂടെ പോയിട്ടുണ്ട്. അന്ന് പോയിന്ന്. തമിഴ്നാട് ബസ്സാ? അല്ലടോ, പച്ച കളർ ബസ് ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് പോയിന്ന്. പിന്നെ KSRTC അടക്കം പോകും. പച്ചയാണോ വെള്ളയാണോ അറിയില്ല. പല അന്ന് കളർ ഉണ്ടായിട്ടില്ലല്ലോ ബസ്സിന്. ഏത് കളർ അടിച്ചാലോ? ഇപ്പോഴല്ലേ കളർ വന്നത്. ഞാൻ വന്നിക്കണോ ഇല്ല എന്നുള്ള എനിക്ക് സംശയം തീർത്തായിരുന്നു. അതൊന്നും കാണണല്ലോ. ഞാൻ ഈ റോഡ് കേറിയപ്പോ അതാ ഫുൾ ഡീറ്റെയിൽസ് എടുക്കുന്നു ചെറുക്കൻ.
ഞാൻ ഈ റോഡ് കയറിയപ്പോ തന്നെ ഓക്കെ നോക്ക് കേട്ടോ, സംഭവം നോക്ക്, ബാക്കും മുന്നിക്കും സൈഡിക്കൊക്കെ നോക്ക്. സംഭവം ഒന്ന് വന്നു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ ഈ റോഡിൽ കയറി വണ്ടി വേണമല്ല തടി ഇങ്ങോട്ട് നോക്കണം. നമുക്ക് ഞാൻ ഈ റോഡിൽ വന്നപ്പോ തന്നെ ഞാൻ ഇതിന്റെ പിന്നാലെ അന്ന് വന്നവനക്ക് ഞാൻ വീഡിയോ ഇട്ട് അയച്ചു കൊടുത്താണ്. നമ്മളിങ്ങനെ വന്നിനോ മറ്റേ ആതിരപ്പള്ളി വാൽപ്പാറ അടുത്തായിട്ടാണ്. ഇതാരാണ് സംഭവം? പേരെന്താ? പ്രേംജിത്ത്. എന്റെ നാട്ടിലെ എന്റെ ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചു. ഇവിടെ കുറെ കുട്ടികൾ ഫുട്ബോൾ കളിച്ചു. അത് ഞങ്ങള് അവരെ കൂടെ പോകുന്ന റൂട്ടിന് അതിപ്പോ നമ്മള് പോകുന്ന റൂട്ടാണ്. നോക്കാം നമുക്ക്. ഞാൻ സ്പോട്ടിൽ നേരിട്ട് ഇങ്ങോട്ടോ ഇത് നേരെ പോണത് എനിക്കറിയില്ല. അറിയില്ല? അല്ല അതികൂടെ അങ്ങനെയൊക്കെ ചാടാ. എനിക്ക് ഏതാ കറക്റ്റ് സ്പോട്ട് എനിക്ക് അറിയില്ല. നോക്കാം, പോയേക്കാം. ഒരു പള്ളിയൊക്കെ ഉണ്ട്, അതൊക്കെ അറിയാം. ഞാൻ ഒരു പള്ളി കണ്ടിട്ടുണ്ട്, വലിയൊരു പള്ളി. മലയാറ്റൂർ പള്ളിയാണോ ഏതാണോ അങ്ങനത്തെ എന്തോ ഒരു പേര് കേട്ടൊരു പള്ളിയാണ്. പള്ളിയുടെ പേര് ക്രിസ്ത്യൻ പള്ളി ആട്ടോ. അങ്കമാലിയോ? അങ്കമാലി മലയാറ്റൂർ പള്ളി തിരിയാ. അതല്ല, ഏതോ ഒരു പള്ളിയാണ്. എന്തായാലും ക്രിസ്ത്യൻസിന് അറിയാം. ക്രിസ്ത്യൻസ് പള്ളിയാണ്. ഈ റൂട്ടിൽ വലിയൊരു വിളക്ക് മാറ്റ സാധനമൊക്കെ അതിന് മുമ്പിലുണ്ട്, ആ പള്ളിയുടെ മുമ്പിൽ. കേട്ടോ, മൂന്നാറ്, കോട്ടയം, കൊച്ചി, അങ്കമാലിക്കൊക്കെ പോകാൻ പറ്റൂട്ടോ ഈ റൂട്ടില്. ഇതാണല്ലേ ഇജ്ജ് പറഞ്ഞത്? കോട്ടയം, മൂന്നാർ, ശബരിമല, മലയാറ്റൂര് എല്ലായിടത്തും പോവാം. കാടിന്റെ ഉള്ളിൽ കൂടെ, ഫുള്ള് കാടിന്റെ ഉള്ളിൽ കൂടെ തന്നെ കാടിന്റെ ഉള്ളിൽ. ടിക്കറ്റ് എടുത്ത് ചെക്ക് പോസ്റ്റിലൂടെ പോയ നമ്മൾ ആ ഒരു പോക്കറ്റ് റോഡിലൂടെ തന്നെ ചെക്ക് പോസ്റ്റ് വഴി തിരിച്ചിറങ്ങി. ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആതിരപ്പള്ളി, മലക്കപ്പാറ, വായച്ചാല് വഴി നേരെ വാൽപ്പാറയിലേക്ക് പോകുന്ന മെയിൻ റൂട്ടിലൂടെ കേട്ടോ. ഈ റൂട്ടിലൂടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ആദ്യം ആതിരപ്പള്ളി വാട്ടർഫാൾസ് കിട്ടും. ശേഷം നമുക്കൊരു ചെക്ക് പോസ്റ്റ് കിട്ടുന്നത് വായച്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഉള്ള ഒരു പ്രൊസീജിയർ ഒരു 8 മണി 9 മണിക്കാ തോന്നുന്നുണ്ട് എനിക്ക് ആ ഒരു കാടിലോട്ട് ആളുകള് പോകാനുള്ള ഒരു അനുമതി കൊടുക്കുന്നത്. നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ അപ്പുറത്ത് മലക്കപ്പാറ വഴി ജസ്റ്റ് വാൽപ്പാറ ഒരു പോയിന്റിൽ എത്തണം. 2 മണിക്കൂറാണ് നമുക്കുള്ളൊരു സമയം. അപ്പൊ ഫുള്ള് കാടിലൂടെ ആയതുകൊണ്ട് തന്നെ നല്ല ഒരുപാട് മൃഗങ്ങൾ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ആന എല്ലാം അടുത്ത് പോ. ആന കണ്ടോ? വരുവോ? ഇല്ലല്ല, അപ്പൊ പോണട്ടോ. പാട്ടിനുള്ളിൽ തന്നെ പോയി പോണം. ഒരു കുട്ടി ഉണ്ടല്ലേടാ, ഒരു കുട്ടിയാനുണ്ട്, ആനയുണ്ട് കേട്ടോ. ഇതാക്കണ്ടോ, ഇവിടെ ആന ഇതാക്കണു കണ്ടോ? എത്ര ആനയൊക്കെ? അല്ലോ, 2 ആന 4 ഇതാ നോക്കാം. അല്ലോ, എന്റെ മോനെ ആന, എന്റെ മോനെ പാജോ പതിരങ്കേ. 1 2 3 ആനല്ലടാ, 4 ആന കേട്ടോ. ഫുള്ള് റൂട്ട് ഫുള്ള് ബ്ലോക്കായി ഇവിടെ. എൻ്റെ പൊന്നെ, സീനായിട്ടോ. അപ്പൊ നമ്മളിങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പൊ ഇതിന്റെ ഇതെന്തൊരു സൂനാടാ, എന്താ പറഞ്ഞത്? സൂന ഇപ്പൊ ഓഫ് റോഡ് പോകുമ്പോഴേ ഇതിപ്പോ എന്റേത് ഒക്കെ ഈ സൈഡിലായിട്ട് സാധനം കാണിച്ചു കൊടുക്കട്ടെ. ഇത് സസ്പെൻഷൻ്റെ അഡ്ജസ്റ്റ്മെന്റ്. ഇത് ഇങ്ങോട്ട് ഫുള്ള് തിരിക്കുക. എത്ര കേട്ടോ? ഒരു 28 ഫുള്ള് തിരിക്കണം. തിരിച്ചു കഴിഞ്ഞാല് പറയട്ടോ, തിരിച്ചട്ടാ ആദ്യം. തിരിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? തിരിച്ചു കഴിഞ്ഞാല് ഫുള്ള് തിരിച്ചു ഇത് ആദ്യം ഫുള്ള് ഒന്ന് തിരിക്കണം. അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഫുള്ള് ഈ സാധനം ഫുള്ള് തിരിക്കുക. എന്നിട്ട് നമ്മളെ ഈ ലെഫ്റ്റ് സൈഡിക്ക് എന്ത് ചെയ്യുക, ഇത് ഫുള്ളായി. ഇതും അതേമാതിരി ആക്കി കഴിഞ്ഞാല് ഈ ലെഫ്റ്റ് സൈഡിക്ക് 14 പ്രാവശ്യം തിരിക്കുക. ലെഫ്റ്റ് സൈഡിക്ക് ഇപ്പൊ റൈറ്റിക്ക് നമ്മൾ തിരിക്കണത്. അത് ലെഫ്റ്റ് സൈഡിക്ക് 14 പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാല് നമുക്ക് ഓഫ് റോഡൊക്കെ പോകുമ്പോൾ നല്ല സ്മൂത്ത് ആയിക്കാരം സസ്പെൻഷൻ. റാലിക്ക് മാത്രമേ ഉള്ളൂ? റാലിക്ക് മാത്രമേ ഉള്ളൂ. എന്റെ വണ്ടിക്കുണ്ടോ? ഫോർവിക്കൊന്നുമില്ല, റാലിക്ക് മാത്രമേ ഇത് വരുന്നുള്ളൂ. ഓഫ് റോഡൊക്കെ വന്നു കഴിഞ്ഞാൽ പോക്കറ്റ് സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട്. നമ്മളത് ചെയ്തിട്ടില്ല. ഇവൻ്റെ വണ്ടി അത് തന്നെ കേട്ടോ, സെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ദമ്മായിട്ട് പോവാം. അങ്ങനെ ആക്കി കഴിഞ്ഞാൽ എവിടെയും ഒരു പാളിച്ച് സംഭവിക്കൂല അല്ലേ? പക്കേക്കരം 14 അപ്പൊ നമ്മളെവിടെ എത്തി പാച്ചു? അപ്പോൾ തമിഴ്നാട് കേരള ബോർഡർ കേട്ടോ. ഇതാണ് തമിഴ്നാട് ബോർഡർ കാണുന്നത് കേട്ടോ. ഇതതിൻ്റെ ഒരു ചെക്ക് പോസ്റ്റും കേരളക്കാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ഇതിലൂടെ ഇങ്ങനെ വന്നു വണ്ടിയോടെ പാർക്ക് ചെയ്തിരിക്കുന്നു. വെള്ളം കുടിക്കാൻ നിർത്തിയതാണ്.
ഇതാണ് ആ ഒരു ബോർഡറും ഇറങ്ങി വരുന്നത്. ഇവിടെ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യം, ഇപ്പം നിലവിൽ കാണുന്നില്ല. ഇവിടെ എന്താ ചാമ്പക്ക സെറ്റപ്പ് ഒക്കെ അല്ലേ? മുളകിട്ട് വെച്ച് നോക്കാം. 30 എത്ര? 30 നോക്കേ, വീട്ടിൽ എത്തണ്ടേ? അതാണ് റിസ്ക്. നോക്കാം. ഇതാ കണ്ടോ, വെൽക്കം ടു കേരള സ്റ്റേറ്റ്. ഇത് കൊണ്ടൊക്കെ ഇതൊക്കെ കോയമ്പത്തൂർ പ്രൊഡക്റ്റുകളായിരിക്കും കേട്ടോ. ഇവിടെ നമ്മളെ കേരള ബോർഡർ ആണെങ്കിൽ പോലും ഇവിടെ തമിഴ്നാട് കോയമ്പത്തൂരിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഐറ്റങ്ങളൊക്കെയാണ് ഉണ്ടാവുക. തമിഴ് ടച്ച് സാധനങ്ങൾ. റൈഡ് പൊളിയല്ലേ? പക്ഷെ വാൽപ്പാറ ക്ലൈമറ്റ് മോശമാണ്, നല്ല ചൂടാണ്. പിന്നെന്താ വെച്ചാൽ നമുക്ക് ഒരു വൈകുന്നേരം 4 മണി 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ നല്ല ക്ലൈമറ്റ് മാറും. എന്തായാലും ഉറപ്പായിട്ട് മാറൂലേ? പ്രതീക്ഷിക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം, മാറിയിട്ടേ പോവുള്ളൂ. നമുക്ക് നിൽക്കണ് ഇരിക്കണ്. എന്താ വാങ്ങി? സോഡ സർബത്തോ? കണ്ടോക്ക, നന്നാരി കണ്ടോക്ക, നന്നാരിൻ്റെ കുപ്പി. കോയമ്പത്തൂർ ടച്ചാണ്. അപ്പൊ നല്ല ഇരിക്കാ? സൗഖ്യമാ? എന്താ മോനെ സീനായിട്ടോ. കുടിച്ചോക്ക് ജിന്നെങ്ങനെ. എന്ത്? ഏത് ചാമ്പക്കേ? ചാമ്പക്ക നോക്കട്ടെ, വാങ്ങിക്ക്. 30 രൂപ. ഉപ്പിട്ടത് അല്ല 10 രൂപയൊക്കെ വരുമോ ടേസ്റ്റ് ചെയ്യാന്? ടേസ്റ്റ് നോക്കാനാ? ജസ്റ്റ് കുറച്ച് ഒരു 10 രൂപ എടുത്തോളി. അടിക്കാം നമുക്ക്. പൊളി സാധനം. എന്താ മട്ടം നോക്കാം. ഷീന, എന്താ അവസ്ഥ? അപ്പൊ കേരള തമിഴ്നാട് ബോർഡറിന്റെ അവിടുന്ന് ഒരു പോക്കറ്റ് റോഡ് നമുക്ക് കിട്ടും. സാധാരണ വാൽപ്പാറയ്ക്ക് പോകുന്ന റോഡ് വേറെയാണ്, മെയിൻ റോഡാണ്. അതിന്റെ ആ ഒരു തൊട്ട് ഇപ്പുറത്ത് തന്നെ ഏറ്റൊരു ഇതേപോലെ നിങ്ങളിപ്പോ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു പോക്കറ്റ് റോഡിന് കയറി പോന്നു കഴിഞ്ഞാല് ഇതേപോലെ നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലം കിട്ടും കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുറ്റും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഓക്കെ, അങ്ങോട്ടും ഇപ്പോ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഫുള്ള് തേയിലത്തോട്ടം കേട്ടോ. അല്ലേ? അതിന്റെ ഇടയിൽ കൂടെ റോഡ് കേരളത്തിൽ വരുന്നത് കേട്ടോ. ഇത് കണ്ടോ, പഴയ പോസ്റ്റ് ഓഫീസും കേരളക്കാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല വീട്ടിലും കാഴ്ചകളുണ്ട്. ഈ റോഡ് നേരെ അല്ലെ വാൽപ്പാറ ഭാഗത്തേക്കാണ് പോകുന്നത്. സാധാരണ നമ്മൾ അപ്പുറത്ത് കൂടെ പോലെ സാധാരണ എല്ലാ റെയിൽ വരും. ഒരു ഗ്രാമത്തിനുള്ളിൽ കൂടെ അങ്ങനെ പോകും. അതെ തോട്ടങ്ങളുടെ ഇടയിൽ കൂടെ 5 മണിയാകുമ്പോ ഈ റൂട്ടിലൂടെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതാണ് അവരെ ഇവിടെ ചോദിക്കുമ്പോഴൊക്കെ പറയുന്നത് കേട്ടോ. ഒരുപാട് റീലിലൊക്കെ ഇപ്പൊ നിലവിലെ ട്രെൻഡിങ് ആയതാണ്. ആദ്യം കടത്തി വിട്ടിട്ടുണ്ടായില്ല തോന്നുന്നുണ്ട്. ഇപ്പൊ നിലവിലൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് അധികം ആൾക്കാരെ കടത്തി വിട്ടിരുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ആ ഒരു ചെക്ക് പോസ്റ്റിൽ നിന്ന് അവിടെ നിന്നിട്ട് പോരുമ്പോ തന്നെ ഫുള്ള് തേയിലത്തോട്ടാട്ടോ. തേയിലത്തോട്ടം ഏറ്റവും കൂടുതൽ നമുക്ക് കാണപ്പെടുന്ന ഈ ഒരു ഭാഗത്താണ്. ചുറ്റും നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ടാവും വിഷ്വലിലൂടെ. അതേപോലെയാണ് നമുക്ക് സെറ്റപ്പ് ആയിട്ട് കാണാൻ പറ്റും. നല്ല കോടിങ് കാര്യങ്ങളൊക്കെയാണ് ചുറ്റും കേട്ടോ. ഇതിന്റെ ഇടയിൽ കൂടെ നിങ്ങൾക്ക് ബൈക്ക് ഓടിച്ച് അങ്ങനെ വരാൻ കണ്ടോ, വണ്ടി പോകുന്ന റോഡാണ് കേട്ടോ. ബസ്സും കാര്യങ്ങളൊക്കെ ഇപ്പൊ നേരത്തെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നു. വീട്ടിലും ക്ലൈമറ്റ് ആണ്, ഒരു രക്ഷയില്ലാത്ത അടിപൊളിയാണ്. അപ്പൊ ഏറ്റവും എക്സ്പീരിയൻസ് ചെയ്യേണ്ട റോഡാണ് അല്ലെ വാൽപ്പാറയ്ക്ക് പോകുമ്പോ. ഇപ്പൊ റോഡാണ്, അടിപൊളി റോഡ്. ഇത് കാരിയറിന്റെ കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ വിഷ്വലൂടെ നേരത്തെ കണ്ട ആ ഒരു പോക്കറ്റ് റോഡിലൂടെ കയറി പോന്നാൽ മതി. അപ്പൊ നിങ്ങൾക്കും ഇതേപോലത്തെ നല്ല കാഴ്ചകളൊക്കെ കാണാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ ആളുകൾക്കൊക്കെ എത്തിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ ഈ ഒരു റോഡൊക്കെ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ കാഴ്ചകൾ ഒരു അടുത്തൊരു എപ്പിസോഡായിട്ട് വേറൊരു വീഡിയോയിൽ വരും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു വിഷ്വലൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അതെ.